വാഴയിൽ പിള്ളേര് സെറ്റ് ഇറങ്ങിയേക്കണല്ല. ഇദ്ദേഹത്തിന്റെ അഭിനയം കണ്ടു കഴിയുമ്പോൾ ഞാൻ വലുതായി പോകുന്നു. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുറച്ച് അതാണോ അല്ല എനിക്ക് അത് നല്ല ചോദ്യം കേട്ടോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരായി? അല്ല ഈ ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആരാ? അതല്ല, അല്ലാതെ എനിക്കൊരു സ്വഭാവമുണ്ട്. അത് ചില വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഇച്ചിരി പരിചയക്കുറവുള്ളൊരു ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഒരു കൊച്ചായിക്കോട്ടെ, ആരാണേലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തിരിവോ മറുവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറ്റും ഇതൊക്കെ വരുവാണെങ്കിൽ ഇപ്പം ഈ നൈസിൽ വിളിക്കും. ആ നൈസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്നെ പോലെ ഇങ്ങനെ എടുക്കണ്ട, കൈ ഇവിടെ നിന്ന് എടുക്കണ്ട. അത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാ. പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ടർക്ക് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പോയായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. അവർ ചെയ്യുകയോ ചെയ്യില്ലെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കണത്. പിന്നെ ഇപ്പൊ കണ്ട വാഴയിൽ പിള്ളേര് സെറ്റ് ഇറങ്ങിയേക്കണല്ല, നടന്മാരാ. മോഹൻലാൽ സാറ്, മമ്മൂട്ടിക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെയുള്ള ഞങ്ങൾ ഇരിക്കുന്ന സാറന്മാർ, ഞങ്ങളെ ഇപ്പൊ ചെറുകിടക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി. അപ്പോൾ അവരൊന്നും അല്ല, അവരൊന്നും ഇപ്പൊ സിനിമയിൽ എന്ന് പറഞ്ഞാൽ 4 പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ. എല്ലാ സൈഡിലും പിള്ളേർ സെറ്റായി, ക്യാമറയായി, ഡയറക്ഷനായി ഒക്കെ അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതൊരു കഥ പറ, അദ്ദേഹം സിനിമ എടുക്കും. നല്ല പിള്ളേരാണെങ്കിൽ ഇപ്പോൾ വാഴ കളിക്കുന്നു അങ്ങനെ. അതുപോലെ ഇതും നിങ്ങൾ കളിച്ചു വരുമ്പോഴത്തേക്കും നല്ലൊരു സിനിമയാവും. വിഷുവിന് ഒരു കൈനീട്ടമായിട്ട് 2 പേരും കൂടിയും കൂടി തരും ഞങ്ങളെയൊക്കെ വെച്ച്. ജാഫർക്ക് അതേപോലെ ഇപ്പൊ സഞ്ജയനോട് ചുരുളിയിലുണ്ടായിരുന്നു. എന്തോ അവിടെ നിന്ന് ജാഫർക്ക് കേട്ടല്ലോ. ഒറ്റ മിനിറ്റ് സഞ്ജയനോട് ഇതിനു മുമ്പ് ചുരുളിക്കത്തുണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സ്ട്രീം ലെവലിലൊരു കഥാപാത്രം, ഒരു മനുഷ്യന്റെ എല്ലാ ഒരു എന്താ പറയാ സങ്കടങ്ങളും ദേഷ്യങ്ങളും അല്ലെങ്കിൽ വേറൊരു മനുഷ്യന്റെ വേറൊരു രൂപമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ഇതിലെങ്ങനത്തെ ഒരു കഥാപാത്രം, കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ലെവലിൽ ഒരു പേഴ്സണലായിട്ട് നോക്കുമ്പോൾ എങ്ങനത്തെ ഒരു കഥാപാത്രമാണ്? അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനെ കുറിച്ച്. ഞാൻ ഇദ്ദേഹത്തിന്റെ സഞ്ജയനുമായിട്ട് വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾ രണ്ടുപേരിൽ കോംബോ. സാജിനും ഞാനും ഒന്നും അഭിനയിച്ചൊന്നുമില്ല, ഒന്നിച്ച്. ഞാനും സഞ്ജുവിനും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. ഞാനും ഇദ്ദേഹവും, ശരണ്യയും, പിന്നെ ദിലീഷ് സാറ്, ചിദംബരം, അത്രയും പേരാ. സജിൻ മാത്രം നമ്മൾ തമ്മിൽ ഇല്ല 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 ഇല്ല. ഒരു തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്ത് ഉണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ അതാണ് ദുരൂഹം. എന്താണ് പുള്ളി എവിടെയാ അപ്പുറത്തേക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പുറത്ത് നിൽപ്പുണ്ട്, എതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അവിടെ ദുരൂഹതയാണ്. ആ ദുരൂഹമാണ് നമ്മളുടെ സിനിമ. ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ് ദുരൂഹ സാഹചര്യം ഒച്ചത്തിൽ പറയാം. ദുരൂഹ സാഹചര്യം അല്ല, തെറ്റിപ്പോയി. ഊഹയോ? ദുരൂഹ സാഹചര്യം. ആ ദുരൂഹ സാഹചര്യം. ഓക്കെ സാർ, ചോദിച്ചോളൂ, അത് ചോദിച്ചോളൂ. ദുരൂഹ സാഹചര്യം. റൊമാൻറ്റിക്കായിട്ടോ? എനിക്കിപ്പോൾ ഇരിക്കുന്നത് അതുപോലെ കാണാൻ ഇഷ്ടം. ഇതുണ്ടോ, ഇപ്പോഴേ ഇരിക്കുന്നതാണോ അതെങ്ങനെ? അങ്ങനെ ഇരിക്കുന്ന ആണ് എനിക്കിഷ്ടം. എന്തിനാ ഒരാളെ ദുഃഖത്തിലിരിക്കുന്നതും സീരിയസ് ഇരിക്കുന്നതും അതൊന്നുമില്ലെന്നേ. മനുഷ്യനായിട്ടൊക്കെ പോയാൽ മതി. എല്ലാം നമ്മൾ കണ്ടു കേട്ടൊക്കെ പോയാൽ മതി അല്ലേ. നമ്മൾ തിരിഞ്ഞൊക്കെ നോക്കി പറക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മളൊരു ചിന്താഗതിയായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല അല്ലേ. അതിന് ചോദിച്ചു ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനില്ല. ഉണ്ട് ഇവിടെ നേരെ